ആകാശ്, അതെൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. അവരഭിനയിച്ച പോലെ ഞാൻ അഭിനയിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു കുടുംബം മൊത്തം നമുക്കൊരു ഈ ഫീൽഡിലേക്ക് വേണമെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് എടുക്കാവുന്ന രീതിയിലാണ്. അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പുറത്ത് വരുന്നതും അത് വരാതിരിക്കുന്നതും ഇറ്റ്സ് എ സെക്കൻഡ് സ്റ്റെപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു മൂവി ഇഷ്ടരാഗം. ആ ഇഷ്ടരാഗത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ആകാശ് പ്രകാശ് ആണ് നമ്മോടൊപ്പമുള്ളത്. താരകേ വരൂ അനുരാഗിയായി മാഘമാസമായി മലർവാടി സൂര്യനായി വരൂ എൻ പ്രാണനിൽ യാമമായി വരാം മധുചന്ദ്രികേ. അപ്പോൾ ഈ സിനിമയിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് ആകാശിനോട് തന്നെ ചോദിച്ചറിയാം. ആകാശ്, നമസ്കാരം. എന്താണ് ആദ്യത്തെ മൂവി ആയിരുന്നല്ലോ അല്ലേ? എന്താണ് ആ മൂവിയിലെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ആകാശിൻ്റെ? അതെൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. ഇങ്ങനെ സിനിമാസ് ഇതൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മണിച്ചിത്രത്താഴ് അങ്ങനത്തെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഫിലിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് അതിൽ അഭിനയിക്കും, ഇങ്ങനൊരു അവരഭിനയിച്ച പോലെ ഞാൻ അഭിനയിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുള്ള ഒരു അവസരമാണ്. ഒരു ബിഗ് സ്ക്രീനിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൽ അഭിനയിക്കാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, നമുക്ക് ആദ്യമായിട്ടൊരു ക്യാമറയുടെ എന്നെ ഫേസ് ചെയ്യുമ്പോൾ ഒക്കെ അതിനെപ്പറ്റിയൊക്കെ എന്താ പറയുക? സത്യം പറയുകയാണെങ്കിൽ ഈ ഫിലിമിന് ഷൂട്ടിന് ടൈമിൽ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇറങ്ങും, ചില ഫിലിംസ് ഇറങ്ങും, ചില ഫിലിംസ് ഇറങ്ങാതിരിക്കുന്നുണ്ട്. എന്നാലും ഇത് ഞാനൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. കാരണം എനിക്ക് വന്ന ഒരു ലീഡ് ആക്ടറായിട്ട് മറ്റുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പുറത്ത് വരുന്നതും അത് വരാതിരിക്കുന്നതും ഇറ്റ്സ് എ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. സോ ഐ എം വെരി മച്ച് ഡിലൈറ്റഡ് ആൻഡ് പ്രൗഡ് ടു ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ബിഗ് സ്ക്രീനിൽ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരാതിരിക്കും, ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലായിരിക്കും. സോ ഇപ്പോൾ 31st ഈ ഫിലിം റിലീസാവുന്നുണ്ട്, അതും ബിഗ് സ്ക്രീനിലോട്ട്. കേരളത്തിലെ ഒട്ടേറെ തിയേറ്റേഴ്സിൽ ഇത് റിലീസാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിലെ 31st അത് തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ളൊരു തയ്യാറെടുപ്പിലിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് മുന്നേ താൻ ക്യാമറേനെ വേറെ എന്തെങ്കിലും ഇതിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എന്താ പറയുക, സോങ്സോ അല്ലെങ്കിൽ ആൽബങ്ങളോ ഷോർട്ട് ഫിലിമുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ക്യാമറ പലതവണ ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് മ്യൂസിക് വീഡിയോയിലാണ് ഞാൻ ഒരു ഫിലിം പ്രൊഫഷണൽ ക്യാമറ എന്ന് പറയുന്നത് മ്യൂസിക് വീഡിയോയിലാണ്. സോ പ്രിയം പ്രിയതരം എന്നുള്ളൊരു മ്യൂസിക് വീഡിയോ വിച്ച് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആകാശ് പ്രകാശ് മ്യൂസിക് എൻ്റർടൈൻമെൻറ്റ്സ്. എൻ്റെ ഫാദർ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ യാദൃശികമായിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഒരു മ്യൂസിക് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് 4th സോങ്ങാണ് അതിൽ ചെയ്യുന്നത്, 4th ആൽബം. അപ്പോൾ അതിൽ പ്രിയം പ്രിയതരത്തിൽ ഫാമിലി എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണം എന്നാണ് ആ ഒരു ഇതിൽ. കാരണം എൻ്റെ മദർ സിംഗറാണ്. അപ്പോൾ പ്രിയം പ്രിയതരത്തിൽ അമ്മ പാട്ട് പാടി, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തു, എൻ്റെ അനിയത്തി ഞാനും കൂടി അഭിനയിച്ചു. അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈം ക്യാമറ എന്ന് പറയുന്നത് പ്രിയം പ്രിയതരത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുടുംബം മൊത്തം ആ ഒരു മേഖലയിലേക്ക് അഭിനയം, എഴുത്ത്, ഇപ്പോൾ അച്ഛൻ എഴുത്ത്, അതുപോലെ പ്രൊഡ്യൂസർ, മകൻ ആക്ടിങ്, അമ്മ സിംഗർ അല്ലേ? അപ്പോൾ അനിയത്തിയും അഭിനയിക്കുന്നുണ്ട് അല്ലേ? അനിയത്തിയാണോ ചേച്ചിയാണോ? അനിയത്തിയാണ് അല്ല. അപ്പോൾ ഒരു കുടുംബം മൊത്തം നമുക്കൊരു ഈ ഫീൽഡിലേക്ക് വേണമെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് എടുക്കാവുന്ന രീതിയിലാണല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പലരും പറയുന്നുണ്ട്. കാരണം ഇങ്ങനൊരു മേഖലയിൽ എല്ലാവരും കൂടി ചേർന്നപ്പോൾ, കാരണം അമ്മ ടാലൻറ്റഡ് ആണ് സിംഗിങ്, സിസ്റ്റർ ഡാൻസറും കൂടിയാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. ഇപ്പോൾ ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. സോ അവൾക്ക് അതിൻ്റേതായിട്ടുള്ള കഴിവും ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ. ആകാശ് ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ടിങ് അല്ലാതെ? ഞാൻ ആക്ടിങ് അല്ലാതെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ഫിലിമിലോട്ട് വരുന്നത്. ഇപ്പോഴും ഇടയ്ക്ക് മിക്ക ഷോസിലൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഇഷ്ടരാഗം വലിയ ഒരു സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തുടർന്നും അടുത്ത ഒരു നായക നിരയിലേക്ക് ആകാശ് എത്തി തിളങ്ങി നിൽക്കട്ടെ എന്ന ആശംസകൾ നേരുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു. മധുമഴയുടെ മിഴീണ വിടരണ നേരം, വനമുളയുടെ മണിവിരലുകളിൽ താളം. മധുമഴയുടെ മിഴീണ വിടരണ